ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Aachi's scookworld. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രെഡാണ്. ഗോതമ്പ് വെച്ചിട്ട് ബ്രെഡ്, അതും ഫ്രൈ പാനിൽ വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതേപോലെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പാണ് അളവിന് എടുക്കുന്നത്. നിങ്ങൾ ഏത് കപ്പോ ഗ്ലാസ്സോ ഏതാണോ അളവിന് എടുക്കുന്നത്, മാവ് അളവിന് എടുക്കുന്നത്, അതേ ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ ഒരു 1/4 കപ്പ് വെള്ളം എടുക്കണം. ചെറു ചൂട് വെള്ളം എടുക്കണം. ചെറു ചൂട് വെള്ളം എടുക്കുന്നത് ഈസ്റ്റ് നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചേക്കാം. 10 മിനിറ്റ് വെച്ചേക്കുമ്പോഴത്തേക്കും ഈ ഈസ്റ്റെല്ലാം നല്ല രീതിയിലൊന്ന് ഫെർമെൻ്റായി കിട്ടും. കണ്ടോ, ഈസ്റ്റെല്ലാം നല്ല രീതിയിലൊന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ കിട്ടണം. അതൊരു 10-15 മിനിറ്റ് വെച്ചേക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് മാവ് ആണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. മൈദാമാവ് വേണമെങ്കിൽ മൈദാമാവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഒരു നല്ല സോഫ്റ്റ് ഡൗ ആകുന്ന വരെ കുഴച്ചെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ ഇതേപോലെ ഒരു ചെറിയ ചൂട് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതേപോലെ നല്ലൊരു സോഫ്റ്റ് ഡോ തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഈ പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ആ പാത്രം നല്ല രീതിയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം, എണ്ണ ഒഴിച്ചിട്ട്. അപ്പം ഇനി നമ്മൾക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ മാവ് പൊങ്ങി വന്നു കഴിയുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒട്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇളകി വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ എണ്ണ ആ മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ, അതേപോലെ തന്നെ ആ പാത്രത്തിലും കുറച്ച് എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ചെറുതായിട്ട് ഒന്ന് നനഞ്ഞ ഒരു ടവലോ തുണിയോ ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ വെച്ചേക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, എൻ്റെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഫെർമെൻ്റ് ആയി എന്നറിയാൻ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനൊരു ഫ്രൈ പാനിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈ പാനിലാണ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ കൈ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് വേണം നമ്മുടെ ഫ്രൈ പാനിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതേപോലെ അങ്ങ് ഫ്രൈ പാനിൻ്റെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ മാവ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ആ ഫ്രൈ പാൻ ഫില്ലായി വന്നിട്ടുണ്ട്. ആ മാവ് വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഫെർമെൻ്റ് ആയിട്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഈ അടപ്പിൽ നമ്മൾ സ്റ്റീം പോകാനുള്ള നോസിലുണ്ടല്ലോ, അത് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുക്കണം. ആവി തീരെയും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനൊരു തവ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് ആ തവ ചൂടാവണം. ഈ തവയുടെ മുകളിലോട്ടാണ് നമ്മൾ ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നത്. ചൂടായ തവയുടെ മുകളിൽ നമുക്ക് ഇതേപോലെ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനി ഒരു ലോ ഫ്ലെയിമിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടിട്ട് നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം. കണ്ടോ, നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് ബ്രെഡ്.
കണ്ടോ, ഇത് പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ബ്രെഡാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ജാമൊക്കെ പുരട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.